BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. രാജ്യത്തെ സ്ത്രീ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ വീഴാതെ സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി അധികൃതർ. റമദാനിനും പെരുന്നാളിനും ഓൺലൈനായി അബായ വാങ്ങിക്കുന്നവർക്കാണ് തട്ടിപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രലോഭനകരമായ വിലക്ക്, വ്യാജമായ അബായകൾ വാഗ്ദാനം ചെയ്ത് ആളുകളെ വഞ്ചിക്കുന്ന തട്ടിപ്പുകാർ രംഗത്തുള്ളതായും അഴിമതി വിരുദ്ധ സാമ്പത്തിക ഇലക്ട്രോണിക് സുരക്ഷാ ജനറൽ ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വിശ്വസനീയമല്ലാത്തവർക്ക് മുൻകൂർ പണം നൽകരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇത്തരം തട്ടിപ്പുകളിൽ അകപ്പെടുകയോ തട്ടിപ്പുകളിൽ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ 992 എന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ബഹ്റൈനിൽ പൂർണ്ണമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം അൽ മുനദിൻ ഈ മാസം വിക്ഷേപിക്കും. രാജ്യത്തെ കാലാവസ്ഥ, പരിസ്ഥിതി, കരകടൽ എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഡേറ്റകളും വിശകലനം ചെയ്യാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉപഗ്രഹമാണ് അൽ മുന്തിർ. 2022 രാജ്യം ആദ്യമായി വിക്ഷേപിച്ച ലൈറ്റ് 1ന്റെ വിജയത്തെ തുടർന്നാണ് അൽ മുന്തിർ പദ്ധതി ആവിഷ്കരിച്ചത്. റമദാനോടനുബന്ധിച്ച് ബഹ്റൈൻ OICC ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇഫ്താർ ഇന്ന് കേരളീയ സമാജത്തിൽ സംഘടിപ്പിക്കും. ഇഫ്താർ വിരുന്നിൽ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല മുഖ്യ അതിഥിയായി പങ്കെടുക്കും. എല്ലാ വർഷവും നടത്തിവരാറുള്ള ഇഫ്താർ വിരുന്ന് ഈ വർഷവും വിപുലമായ രീതിയിൽ നടത്താനുള്ള ക്രമീകരണങ്ങളാണ് OICC നടത്തിയിട്ടുള്ളത്. ബഹ്റൈനിൽ വിവിധ സാമൂഹിക, സാംസ്കാരിക, മത സംഘടനകളുടെ നേതാക്കളും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവാസികളും ഇഫ്താറിൽ പങ്കെടുക്കുമെന്ന് OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, ജനറൽ കൺവീനർ സയ്യിദ് MS എന്നിവർ അറിയിച്ചു. വിശുദ്ധ റമദാൻ ആത്മവിശുദ്ധിക്ക് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ റമദാൻ ക്യാമ്പയിനിന് തുടക്കമായി. ഏപ്രിൽ 4 വരെ നീണ്ടു നിൽക്കുന്ന റമദാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി ഖുറാനിന്റെ മഹത്വം, സൗന്ദര്യം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഖുറാൻ ദ ലീഡർ എന്ന പേരിൽ റീജിയണൽ തലങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കും. കൂടാതെ ഫൽക്കത്തുൽ ഖുറാൻ, മുബാഹസ, പണ്ഡിത സംഗമം, സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റി ഇഫ്താർ, സക്കാത്ത് ഡ്രൈവ് തുടങ്ങി നിരവധി പദ്ധതികൾ വിവിധയിടങ്ങളിലായി നടക്കും. ഇത് സംബന്ധമായി ICF നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പരിപാടികൾക്ക് അന്തിമ രൂപം നൽകി. KC സൈനുദ്ദീൻ സഖാഫി, അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, PM സുലൈമാൻ ഹാജി, ഷാനവാസ് മദനി കാസർഗോഡ്, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലറൂർ, റഫീഖ് ലത്തീഫി വരവൂർ, ഷിഹാബുദ്ദീൻ സിദ്ദിഖി എന്നിവരും സംബന്ധിച്ചു. മക്ക ഹറമിൽ ഇലക്ട്രിക് ഗോൾഫ് വാഹനങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കി. റമദാനിലെ വർദ്ധിച്ച തിരക്ക് കണക്കിലെടുത്താണ് ഈ തീരുമാനം. ഇതോടെ ഹറമിലോടുന്ന ഗോൾഫ് വാഹനങ്ങളുടെ എണ്ണം 400. മസ്ജിദുൽ ഹറാമിന്റെ സവിശേഷ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന ഏകീകൃത വിഷ്വൽ ഐഡന്റിയൽ സീസണിൽ തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രത്യേക ഡിസൈനുകളിൽ ഇരുഹറം പരിപാലന അതോറിറ്റി നിരവധി കൈവണ്ടികളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അനുഷ്ഠാനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും നടത്തുന്നതിന് സൗകര്യപ്രദമായ ഗതാഗത ഓപ്ഷനുകൾ നൽകുന്നതാണിത്. UAE-യിൽ 2 മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കി. മുഹമ്മദ് റിനോഷ് A, മുരളീധരൻ PV എന്നിവരുടെ വധശിക്ഷയാണ് UAE നടപ്പിലാക്കിയത്. UAE ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചതാണ് ഇക്കാര്യം. കൊലപാതക കുറ്റത്തിനാണ് ഇരുവരുടെയും ശിക്ഷ നടപ്പിലാക്കിയത്. UAE പൗരരെ കൊലപ്പെടുത്തിയ കേസിലാണ് മുഹമ്മദ് റിനോഷിനെ ശിക്ഷിച്ചത്. ഇന്ത്യൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് മുരളീധരനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. ഇരുവരുടെയും കുടുംബത്തെ വിവരം അറിയിച്ചുവെന്നും സംസ്കാരത്തിന് പങ്കെടുക്കാനുള്ള സൗകര്യമൊരുക്കുമെന്നും ഇന്ത്യ അറിയിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർക്ക് നേരെ ലണ്ടനിൽ ആക്രമണ ശ്രമം. ഖാലിസ്ഥാൻ വിഘടനവാദി സംഘടനകളാണ് വാഹനം ആക്രമിക്കാൻ നോക്കിയത്. സംഭവത്തിൽ ബ്രിട്ടന് പ്രതിഷേധം അറിയിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അജ്ഞാതനായ ഒരാൾ S ജയശങ്കറിനെ കാറിന് നേരെ പാഞ്ഞെടുക്കുന്നതും തുടർന്ന് ഇന്ത്യ പതാക കീറിയെറിയുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ലണ്ടനിലെ ചതം ഹൗസിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. വേദിക്ക് പുറത്ത് ഖാലിസ്ഥാൻ അനുകൂലികൾ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി. 5 ദിവസത്തെ സന്ദർശനത്തിനാണ് കേന്ദ്രമന്ത്രി ലണ്ടനിലെത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് സന്ദർശനം. കേരളത്തിലെ പാർട്ടി എന്ന് മുൻനിരയിലാണെന്ന PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. രാജ്യത്തെ പാർട്ടി നയം രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും കേരളത്തിൽ നിന്നാണ്. ബദൽ നയ രൂപീകരണത്തിൽ പിണറായി വിജയനും ഇടത് സർക്കാരും പ്രശംസ അർഹിക്കുന്നുണ്ടെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. യെച്ചൂരിയുടെയും കോടിയേരിയുടെയും വിയോഗം പരിഹരിക്കാനാവാത്ത നഷ്ടമാണ്. അന്തർദേശീയ, ദേശീയ തലങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തതാകണം സംസ്ഥാന സമ്മേളന ചർച്ചകളും നടപടികളുമെന്ന് പ്രകാശ് കാരാട്ട് കൂട്ടിച്ചേർത്തു.
മലപ്പുറത്ത് നിന്ന് കാണാതായ താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ മുംബൈയിലെത്തിയതായി വിവരം. നിറമരുതൂർ മംഗലത്ത് അബ്ദുൾ നസീറിന്റെ മകൾ ഫാത്തിമ ഷഹദ, താനൂർ മടത്തിൽ റോഡ് മലപ്പുറത്തുകാരൻ പ്രകാശിന്റെ മകൾ അശ്വതി എന്നിവരാണ് മുംബൈയിലെത്തിയത്. മുംബൈയിലെ മലയാളി നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ ഇവരെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുംബൈ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇവർ രക്ഷപ്പെട്ടിരുന്നു. ഇതോടെ താനൂർ പോലീസ് 4 സംഘങ്ങളായി മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചിട്ടുണ്ട്. മലയാളി സംഘടനാ പ്രവർത്തകരും മഹാരാഷ്ട്ര പോലീസും തിരച്ചിൽ നടത്തുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മൊബൈൽ നമ്പറുകൾ സ്വിച്ച് ഓഫ് ആണ്. ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്നും താനൂർ CI ടോണി ജെ മറ്റം പറഞ്ഞു. കുട്ടികളുടെ കോൾ റെക്കോർഡുകൾ വിശദമായി പരിശോധിക്കുകയാണെന്നും എടവണ്ണ സ്വദേശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡിൽ നിന്ന് 2 പേരുടെയും ഫോണിലേക്ക് കോൾ വന്നതായും കണ്ടെത്തിയിട്ടുണ്ടെന്നും CI പറഞ്ഞു. എടവണ്ണ സ്വദേശിയുടെ കൂടെയാണ് ഇവർ മുംബൈയിൽ എത്തിയതെന്നാണ് നിഗമനം. ടെക്സ്റ്റൈൽസ് മേഖലയിൽ ജോലിയെടുക്കുന്ന എടവണ്ണ സ്വദേശി ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ചത്. ഇയാളുമായി പോലീസ് ബന്ധപ്പെട്ടെങ്കിലും കുട്ടികളെ കണ്ട കാര്യം നിഷേധിച്ചെന്നാണ് അറിയുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയാണ് സ്കൂൾ പരിസരത്ത് നിന്ന് ഇവരെ കാണാതാകുന്നത്. +1 വിദ്യാർത്ഥിനികളായ ഇരുവരും പഠനത്തിൽ സവിശേഷ സഹായം ആവശ്യമുള്ള വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. ഇവർക്കുള്ള പ്രത്യേക പരീക്ഷ സ്കൂളിൽ നടക്കുന്നതിനിടെ പരീക്ഷയ്ക്കായാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ വീട്ടിലെത്താത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ വീട്ടിൽ അന്വേഷിച്ചപ്പോഴാണ് കാണാനില്ലെന്ന വിവരം അറിയുന്നത്. +2 വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സാരമായ പരിക്ക്. തൃപ്പൂണിത്തുറ ചിന്മയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാഞ്ഞിരമറ്റം ആമ്പല്ലൂർ സ്വദേശിയായ വിദ്യാർത്ഥിയെയാണ് മർദ്ദിച്ചത്. മൂക്കിന്റെ പാലം തകർന്ന കുട്ടി വൈക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ പരാതിയിൽ തൃപ്പൂണിത്തുറ സ്വദേശികളായ 5 വിദ്യാർത്ഥികൾക്കെതിരെ ഹിൽ പാലസ് പോലീസ് കേസെടുത്തു. ആക്രമിച്ചവരിൽ 4 പേർ +2 വിദ്യാർത്ഥികളും ഒരാൾ 10ാം ക്ലാസ്സുകാരനുമാണ്. 1ാം പ്രതിയായ വിദ്യാർത്ഥി 18കാരനാണെന്നും പറയുന്നു. ഇയാൾ മർദ്ദനത്തിനിടയായ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. പ്രണയം തകർന്നതോടെ ഇക്കാര്യം 10ാം ക്ലാസ്സുകാരന്റെ സുഹൃത്തായ പെൺകുട്ടിയെ അറിയിച്ചു. 1ാം പ്രതിയുടെ ബന്ധുവായ 10ാം ക്ലാസ്സുകാരനോട് ഇക്കാര്യം പരിക്കേറ്റ വിദ്യാർത്ഥി ചോദിച്ചതാണ് മർദ്ദനത്തിന് കാരണം. സ്കൂളിന്റെ 1ാം നിലയിലെ ശുചിമുറിയിൽ നിൽക്കവേ 1ാം പ്രതിയായ വിദ്യാർത്ഥി നിനക്കെന്നെ തല്ലനോടാ എന്ന് ചോദിച്ച് 10ാം ക്ലാസ്സുകാരന്റെ മുഖത്ത് പലതവണ ഇടിക്കുകയായിരുന്നുവെന്നും പറയുന്നു. ഇടയിൽ കുട്ടിയുടെ മൂക്കിന്റെ പാലം തകർന്നു. ഒരു പല്ല് ഒടിഞ്ഞിട്ടുമുണ്ട്. 2 പല്ലിന് ഇളക്കവും സംഭവിച്ചു. കുട്ടിയുടെ മുഖം നീര് വന്ന് വീർത്തു. മൂക്കിന് ചതവുള്ളതിനാൽ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കും. അതേസമയം സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റിട്ട് സ്കൂൾ അധികൃതർ അലംഭാവം കാണിച്ചതായും ആക്ഷേപമുണ്ട്. സംഭവമുണ്ടായി 2 മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും പറയുന്നു. സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചിട്ടും ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ സ്കൂൾ അധികൃതരും ആശുപത്രിക്കാരും മറച്ചുവെച്ചതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ വാർത്തയോട് കൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.